ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകിയ കമ്പനികളും കേന്ദ്ര സർക്കാരും ബി.ജെ.പിയും തമ്മിൽ ചില അവിശുദ്ധ ബന്ധമുണ്ട് എന്ന ആരോപണം കഴിഞ്ഞ ദിവസം തന്നെ ഉയർന്നതാണ്. ഈ ആരോപണത്തിനെ ബലപ്പെടുത്തുന്ന കുറേയേറെ തെളിവുകൾ പുറത്തു വരുന്നു. സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2019 സെപ്റ്റംബർ മാസത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രാജ്യത്തെ 8 സംസ്ഥാനങ്ങൾക്ക് സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ചില മുന്നറിയിപ്പ് നൽകുന്നു. ഈ മുന്നറിയിപ്പിന് പിന്നാലെ ഒക്ടോബർ മാസത്തിൽ സാന്റിയാഗോ മാർട്ടിന്റെ കമ്പനി 190 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്നതാണ് പുറത്തു വരുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഉത്തരാഖണ്ഡിലെ സിൽക്കാരിൽ തകർന്നു വീണ തുരങ്കം നിർമ്മിച്ച നവയുഗ കമ്പനി 55 കോടി രൂപയുടെ ബോണ്ട് വാങ്ങി. 853 കോടി രൂപയുടെ കരാർ ലഭിച്ചതിന് പിന്നാലെയാണ് 55 കോടി രൂപയുടെ ബോണ്ട് വാങ്ങിയത് എന്ന വിവരമാണ് പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ടത്. മറ്റൊന്ന്, 1 ലക്ഷം രൂപ മാത്രം മൂലധന അടിത്തറയുള്ള നിരവധി സ്ഥാപനങ്ങൾ, നിരവധി കമ്പനികൾ 7 കോടിയിലധികം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്നതിൻ്റെ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. എന്നാൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയെ ചേർത്ത് പിടിക്കുന്നത് അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത് തെറ്റാണ് എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. 303 എംപിമാരുള്ള ബി.ജെ.പിക്ക് 6000 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് ലഭിച്ചത് എന്നും എന്നാൽ 242 എംപിമാരുള്ള പ്രതിപക്ഷത്തെ പാർട്ടികൾക്ക് 14,000 കോടി രൂപ ലഭിച്ചു എന്നും അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നു. भारतीय जनता पार्टी को अप्रोक्सीमेटली 6,000 करोड़ के बॉन्ड मिले हैं. टोटल बॉन्ड 20,000 करोड़ के हैं. तो 14,000 करोड़ के बॉन्ड कहां गए? मैं बताता हूं. टीएमसी को 1,600 करोड़ के मिले, कांग्रेस को 1,400 करोड़ के मिले, बीआरएस को 1,200 करोड़ के मिले, बीजेडी को 775 करोड़ के मिले और डीएमके को 639 करोड़ के मिले. ബി.ജെ.പിയുടെ അക്കൗണ്ട് മരവിപ്പിക്കണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അവിശുദ്ധ ബന്ധത്തിന്റെ അഴിമതിയുടെ കഥയാണ് SBI നൽകിയ കണക്കിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2019 മുതൽ ഇങ്ങോട്ട് 2024 വരെ ബി.ജെ.പിക്ക് എല്ലാ കാലത്തും എല്ലാ സമയത്തും ഒരേപോലെ ഫണ്ട് വന്നുകൊണ്ടിരുന്നു. എന്നാൽ കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ മാത്രമാണ് കാര്യമായി തുക ലഭിച്ചത്. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.